എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം ഇപ്പോൾ മഴക്കാലമാണ്. ഈ മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഒന്നാണ് കൊതുക്. അപ്പോൾ ഈ കൊതുകിനെ ഓടിക്കാനായിട്ട് നമുക്ക് കടകളിൽ നിന്ന് പലതരത്തിലുള്ള തിരികളും മറ്റും വാങ്ങിക്കാനായിട്ട് കിട്ടും. പക്ഷേ അത് കെമിക്കൽ അടങ്ങിയിട്ടുള്ളതാണ്. അതിൻ്റെ പുക ശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളൊക്കെ വീട്ടിൽ നമുക്കിത് കത്തിക്കാനേ പറ്റില്ല. പക്ഷേ അങ്ങനെ സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ നമുക്ക് എങ്ങനെ കൊതുകിനെ ഓടിക്കാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അത് നമ്മൾ ആര്യവേപ്പിൻ്റെ ഇലയും അതുപോലെ തുളസിയുടെ ഇലയൊക്കെ വെച്ചിട്ടാണ് ചെയ്യണത്. അപ്പോൾ എല്ലാവിടെയും കാണുന്ന ഒന്നാണ് ആര്യവേപ്പില. മിക്ക വീടുകളിലും ഉണ്ടാവും ഇത്. ആര്യവേപ്പും അതുപോലെ തന്നെ തുളസിയും. അപ്പോൾ ഈ ആര്യവേപ്പില നമുക്ക് പൊട്ടിച്ച് ഒന്ന് ഉണക്കിയെടുക്കണം. അപ്പോൾ വർഷകാലത്തൊക്കെ ഉണക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. ഇത് പൊട്ടിച്ചിട്ടുണ്ടല്ലോ 2 ദിവസം അകത്ത് വെക്കുക. അന്നേരം അതിൻ്റെ ഇലയൊക്കെ ഒന്ന് ചെറുതായിട്ട് വാടിക്കിട്ടും. എന്നിട്ട് നമ്മൾ പഴയ വല്ല ചട്ടിയോ അല്ലാന്നുണ്ടെങ്കിൽ പാനോ എന്തെങ്കിലും വെച്ചിട്ട് അതിലൊന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ ഇത് ഉണങ്ങി കിട്ടും. അതുപോലെ തന്നെ നമുക്ക് തുളസിയുടെ ഇല ആവശ്യാനുസരണം പൊട്ടിച്ച് ചൂടാക്കി ഉണക്കിയെടുക്കാം. അപ്പോൾ നമ്മളിവിടെ തുളസിയുടെ ഇലയത് ആര്യവേപ്പിൻ്റെ ഇലയത് ഉണക്കി കറക്റ്റാക്കിയിട്ടുണ്ട്. അത് ഞാൻ ആവശ്യാനുസരണം എടുത്ത് ജസ്റ്റ് ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ കൈ വെച്ചിട്ട് ഒന്ന് അമർത്തിയാൽ മതി, അത് പൊടിഞ്ഞു കിട്ടും. ഞാനിവിടെ ആര്യവേപ്പിൻ്റെ ഇലയും തുളസിയുടെ ഇലയും ഉണക്കി പൊടിച്ച് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ എടുക്കുന്നത് കുന്തിരിക്കാണ്. നമുക്ക് എല്ലാ പച്ചമരുന്ന് കടകളിലും കിട്ടുന്ന ഒന്നാണ്. ഇതാണ് കുന്തിരിക്കം. അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞാൽ നല്ല മണവും പുകയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് 3 വെച്ചാണ് നമ്മൾ കൊതുകിനെ ഓടിക്കുന്നത്. അതിനായിട്ട് ഞാനൊരു മൺപാത്രം എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് മൺപാത്രം ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പഴയ ഏതെങ്കിലും ഒരു പാത്രം എടുത്താൽ മതി. അതിലേക്ക് നമ്മൾ ആവശ്യാനുസരണം ഇലകൾ ആഡ് ചെയ്യാം. ഇലകൾ കട്ട് ചെയ്യണമെന്നൊന്നുമില്ല, അങ്ങനെ ഇട്ടാലും മതി. ഞാൻ പക്ഷേ ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇലകൾ ഇട്ടതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുന്തിരിക്കം ആഡ് ചെയ്യണം. കുന്തിരിക്ക ആഡ് ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് സാധാരണ കണലാണ് ആഡ് ചെയ്യാറ്. അതായത് നമ്മൾ അടുപ്പിൽ കത്തിച്ച് കഴിഞ്ഞിട്ടുള്ള ആ തീ ഉണ്ടല്ലോ, അതാണ് ഞാനിതിലേക്ക് ഇടാറുള്ളത്. നിങ്ങൾക്ക് അങ്ങനെ ഇല്ലയെന്നുണ്ടെങ്കിൽ കർപ്പൂരം ഉണ്ടല്ലോ, കർപ്പൂരം ഇട്ടിട്ട് ഒന്ന് കത്തിച്ചാൽ മതി. അപ്പോൾ നമ്മളിതിലേക്ക് കണൽ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ടല്ലോ നന്നായിട്ട് പുകയുന്നുണ്ട്. ഇത് നന്നായി പുകയും. അപ്പോൾ ഇതിൽ കുന്തിരിക്കത്തിൻ്റെ മണവും അതുപോലെ ആര്യവേപ്പിൻ്റെയും തുളസിയുടെ മണമൊക്കെ ആയിട്ട് നല്ലൊരു മണം തന്നെ ഉണ്ടാവും. പക്ഷേ ഈ മണമൊന്നും കൊതുകിന് പിടിക്കില്ല. അപ്പോൾ നമുക്കാണെങ്കിൽ ഇത് ശ്വസിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. കുട്ടികളുള്ള വീട്ടിലാണെങ്കിൽ പോലും ഇത് വളരെ നല്ലതാണ്. എന്നാൽ കൊതുകിന് ഈ മണം ഇഷ്ടമല്ല. അപ്പോൾ കൊതു വീട് വിട്ട് ഓടുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു രീതി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഒറ്റ കൊതു പോലും ഉണ്ടാവില്ല. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. നമ്മളിങ്ങനെ കൊതുകിനെ ഓടിക്കുന്നത് മാത്രമല്ല കേട്ടോ, പല്ലീനെ എങ്ങനെ വീട്ടിൽ നിന്ന് ഓടിക്കാം, അതുപോലെ തന്നെ പാറ്റേനെ എങ്ങനെ ഓടിക്കാം എന്നുള്ള 2 വീഡിയോ കൂടെ ചെയ്തിരുന്നു. കാണാത്തവർ അത് ദയവായി അതൊന്ന് കാണണം, ട്രൈ ചെയ്യണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ താഴെ കൊടുക്കുന്നതാണ്. ഈ ഒരു രീതി വെച്ചിട്ടാണ് ഞാൻ സാധാരണ കൊതുകിനെയൊക്കെ ഓടിക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾ പ്ലാസ്റ്റിക് പാത്രം ഒഴികെ ബാക്കി ഏത് പാത്രം വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഇത് എല്ലാവരുടെ അടുത്തും ഇങ്ങനെ ഇലകളും മറ്റും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അങ്ങനെ ഇലകളൊന്നും ഇല്ലാത്തവർക്കായിട്ട് ഞാൻ വേറൊരു ടിപ്പ് പറയാം. അതായത് നമ്മൾ സാധാരണ വാങ്ങിക്കുന്ന കാപ്പിപ്പൊടി ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യണത്. അത് വലിയ വിലയുടെ കാപ്പിപ്പൊടി വേണ്ട, സാധാ കാപ്പിപ്പൊടി മതി. ഞാനിപ്പോൾ ഇവിടെ അത്താൻ്റെ കടയിൽ നിന്ന് 5 രൂപയ്ക്കാണ് ഈ പാക്കറ്റ് കാപ്പിപ്പൊടി വാങ്ങിയിരിക്കുന്നത്. ഇതുപോലെയുള്ള സാധാ കാപ്പിപ്പൊടി മതി. അത് നമ്മളൊരു പഴയ ഏതെങ്കിലും ഒരു പാത്രത്തിൽ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കണം. ഞാൻ സ്വല്പം നേരം ഇത് വെയിലത്ത് വെച്ച് ചൂടാക്കിയതാണ്. ചൂടാക്കിയെങ്കിൽ മാത്രമാണ് ഇത് നന്നായിട്ട് കത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അത് കത്താനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് നേരം വെയിലത്ത് വയ്ക്കുക. അതെല്ലാം വെയിലില്ല മഴയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗ്യാസും ഒന്ന് കാണിച്ചാൽ മതി. അപ്പോൾ തന്നെ അത് ചൂടായി കിട്ടും. അപ്പോൾ അത് ചൂടാക്കി കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കർപ്പൂരം ആഡ് ചെയ്യണം. ഈ കർപ്പൂരം ഇട്ടിട്ട് കത്തിച്ചാൽ മാത്രമാണ് നന്നായിട്ട് കത്തുള്ളൂ. ഈ കർപ്പൂരം നമ്മൾ സാധാരണ വീടുകളിലൊക്കെ നമ്മൾ കത്തിക്കുന്നുണ്ടല്ലോ, ആ ഒരു കർപ്പൂരമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ കർപ്പൂരം ഇട്ട് നമ്മൾ കത്തിക്കണം. ഇപ്പം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, കണലില്ലാത്തവർക്ക് അതിൽ കർപ്പൂരം ഇട്ട് കത്തിച്ചാലും മതി. അപ്പോൾ ഈ കർപ്പൂരമാണ് കേട്ടോ അതിലിട്ട് നമ്മൾ കത്തിക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കാപ്പിപ്പൊടിയൊക്കെ ഒന്ന് സ്വല്പം കൂട്ടി വെക്കണം. കൂട്ടി വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾക്ക് ആവശ്യാനുസരണം കർപ്പൂരം ഇടണം. ഞാനിതിൽ സ്വല്പം കുന്തിരിക്കം കൂടെ ഇടുന്നുണ്ട്. കുന്തിരിക്കം ഇട്ടാലാണ് നല്ല മണമൊക്കെ ഉണ്ടാവുക. അപ്പോൾ കുന്തിരിക്കം കൂടെ ആഡ് ചെയ്തിട്ട് ഞാനിത് കത്തിക്കുകയാണ്. അപ്പോൾ ഇത് കർപ്പൂരമൊക്കെ കത്തി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും ഇതിപ്പോൾ കത്തിയിട്ടുണ്ട്. ഇനി ഇത് ഫുള്ള് നമ്മൾ കത്തി കഴിയേണ്ട ആവശ്യമില്ല. കുറച്ച് കത്തി ആവണ സമയത്ത് നമ്മളിത് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ കർപ്പൂരം കെടും. പക്ഷേ അതിൻ്റെ മേലേക്ക് ഇത് വീഴുന്ന സമയത്ത് ഇതിൽ പുകയും, അല്ലെങ്കിൽ മുഴുവനായിട്ട് അത് കത്തി തീരണമ്പോൾ അത് പുകയില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് പുകയും. അപ്പോൾ കുറേ നേരം, പക്ഷെ നമ്മൾ ഫസ്റ്റ് ചെയ്ത
അത്രയ്ക്കും പുക ഇതിന് കിട്ടില്ല. എങ്കിലും ഇത് കൂടുതൽ പുക കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ചും കൂടെ ഇതിലേക്ക് കുന്തിരിക്കം പൊടിച്ചിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തിരിയും കൂടെ നന്നായിട്ട് പുകയും. അപ്പോൾ ഈ പുക എന്ന് പറയുന്നത് കാപ്പിപ്പൊടി, കുന്തിരിക്കം ഇതിൻ്റെയൊക്കെയാണ്. അപ്പോൾ നമുക്കത് ശ്വസിച്ചാൽ യാതൊരു ദോഷവുമില്ല. പക്ഷേ കൊതുവിന് ഇത് പിടിക്കില്ല. കൊതു അപ്പോൾ വീട് വിട്ട് ഓടും. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഈ 2 രീതി നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് കഴിഞ്ഞാൽ കൊതു വീട് വിട്ട് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ കൊതുവിനെ ഓടിക്കാനായിട്ട് സാധിക്കും. ഈ സമയത്താണെങ്കിൽ കൊതുവിൻ്റെ ശല്യം ഭയങ്കരമാണ്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്യണം. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ ദയവായി ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമാണ് ഞാൻ ഇടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നിങ്ങൾക്കിതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മെയിൽ ID യിലേക്ക് മെയിൽ ചെയ്താലും മതി. നന്ദി, നമസ്കാരം.